ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സെർവിക്കൽ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ഏറ്റവും ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറഞ്ഞത് അതാണ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഓരോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമണിനും ഓരോ ടൈപ്പാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വേറൊരു കുട്ടിക്ക് സെർവിക്കൽ സർക്കുലേറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോലിക്കൊക്കെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നതോ വേറെ ആരെങ്കിലും പറയുന്നതോ അല്ല, നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടതാണ്. എന്തായാലും സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ നമ്മുടെ അടുത്ത് പറയും എന്തൊക്കെ റെസ്റ്റ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. വേറെ ആരും പറയുന്നത് കേൾക്കേണ്ട. നമ്മൾ ഡോക്ടറിനെ വിശ്വസിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഫസ്റ്റത്തത് വജൈനൽ കെയർ ആണ്. അതായത് നമ്മൾ സർക്കുലേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ടോ വാർഡിലോട്ടോ ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വരെ യൂറിൻ ട്യൂബ് വഴിയായിരിക്കും പോണത്. അപ്പം മനസ്സിലാവും, യൂറിനും അതിൻ്റെ കൂടെ ബ്ലഡും എല്ലാം കൊണ്ട് നമ്മൾ ഒരേ കിടപ്പായിരിക്കും. പിറ്റേ ദിവസം രാവിലെ മാത്രമേ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയം തൊട്ടേ നമ്മൾ കെയർ നോക്കേണ്ടതാണ്. അതായത് ചൂട് വെള്ളം കൊണ്ട് വജൈന നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്യുക. ആ സമയത്ത് സ്പോട്ടിങ് പോലെ എന്തെങ്കിലും കാണും. കാരണം കുറച്ച് ബ്ലഡ് വരും. അത് ഡോക്ടർ പറഞ്ഞിരിക്കും, കുറച്ച് ബ്ലഡ് വരും. അത് കൈ മുറിഞ്ഞ കണക്ക് ആ ബ്ലഡ് ആയിരിക്കില്ല, കുറച്ച് ഡിസ്ചാർജൊക്കെ കലർന്ന ടൈപ്പ് ബ്ലഡ് ആയിരിക്കും. അപ്പം അത് നന്നായിട്ട് വാഷ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വജൈനയിലൊരു ചെറിയ കളർ വ്യത്യാസപ്പെട്ടിട്ടാണ് നമ്മൾ പോയപ്പം അവർ ടെസ്റ്റിന് അയച്ചപ്പം നല്ലപോലെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം ഈ പേരും പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടവന്ന്. അതുപോലെ തന്നെ ഞരമ്പ് ഇഞ്ചക്ഷൻ നമുക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നുകൊണ്ടിരുന്ന് ഭയങ്കര കഷ്ടമാണ്. അതിനേക്കാളും നല്ലത് നിറച്ച് വെള്ളം കുടിക്കുക, യൂറിൻ പിടിച്ച് വയ്ക്കാതിരിക്കുക, ഇൻ്റർകോഴ്സ് പാടില്ല. കട്ടിലിൽ എങ്ങനെയാണ് കിടന്നതെന്ന് വെച്ചാൽ കട്ടിലിൻ്റെ കാലിൽ ഒരു ഇഷ്ടിക, രണ്ട് കാലിലും ഓരോരോ ഇഷ്ടിക വീതം വച്ചിട്ട് അപ്പോൾ കട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കിടന്നത് 9 മാസക്കാലം. അങ്ങനെയാണ് തലകുത്തനെ കിടന്നത്. മീൻസ് ഒരു ചരിവ് കാണും. അപ്പോൾ നമ്മുടെ യൂട്രസ് ജസ്റ്റ് ഒന്ന് മേലോട്ട് ഇങ്ങനെ കയറിയിരിക്കും, കുറച്ച് റെസ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് കട്ടിലിൻ്റെ കാലിൽ ഓരോ കാലിൽ ഓരോ ഇഷ്ടിക വയ്ക്കണം. ഒരു നല്ല കട്ടിയുള്ള തുണി എന്തെങ്കിലും ഇട്ടിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്, ചറുകി പോവാതെ കറക്റ്റായിട്ട് വെച്ച് കുറച്ച് ചരിവിൽ അങ്ങനെയാണ് കിടന്നിരുന്നത്. യാത്രകൾ പരമാവധി കുറയ്ക്കും. പരമാവധി യാത്രകൾ പോകാനേ പാടില്ല. അതിപ്പം കാറിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും യാത്ര പോകാൻ പാടില്ല. ഇപ്പം എൻ്റെ അവസ്ഥയിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പോണത് നമ്മൾ സീറ്റ് ചരിച്ച് കിടന്നാണ് പോണത്. ഒരു പില്ലോ ബാക്കിൽ വെച്ച് കിടന്നാണ് പോണത്. എന്നെക്കാളും കഷ്ടപ്പെട്ട് നല്ലപോലെ കിടന്നു വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയൊന്നുമില്ല, എങ്കിലും പില്ലോ വെച്ച് ജസ്റ്റ് ഒന്ന് ചാരി ഇരുന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം കാറിലോ ഒക്കെ പോകുമ്പോൾ, കാറിലേ പോകാൻ പറ്റുള്ളൂ, കാറിൽ പോകുമ്പോൾ നമ്മളൊരു പില്ലോ ബാക്കിൽ വെച്ച് ഒന്ന് റെസ്റ്റായി സമാധാനത്തിൽ നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് വേണം പോകാൻ വേണ്ടി. വെയിറ്റ് ഒട്ടും എടുക്കാൻ പാടില്ല. റെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കട്ടിലായിരിക്കും. അപ്പോൾ വെയിറ്റ് എടുക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കിടന്ന് വെള്ളം കുടിക്കുന്നതായിരുന്നാലും ഒന്ന് ജസ്റ്റ് തല ഒന്ന് പൊക്കി വെച്ച് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക. നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങൾ വരും. കിടന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങൾ വരും. അത് ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ അവർ തരും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ പ്രശ്നം അറിയണമെന്നില്ല. അപ്പോൾ വാ തുറന്ന് പറയണം, സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്, അതായത് സെർവിക്കൽ സർക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ വീൽ ചെയർ വേണമെന്ന് പറയണം. വീൽ ചെയറിൽ തന്നെ പോകണം. തുമ്മൽ, ശ്വാസമുട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കുക. കാരണം തുമ്മൽ കുറച്ച് പ്രശ്നമാണ്. എനിക്ക് തുമ്മലുണ്ട്, ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, നല്ലപോലെ തുമ്മലുണ്ട് രാവിലെ. അപ്പം തുമ്മൽ, ചുമ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് അത് മരുന്ന് എടുക്കണം. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിക്കാമെന്നല്ലാതെ എപ്പോഴും ഇരിക്കാൻ പാടില്ല. ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെ കട്ടിലിൽ തലകുത്തനെ കിടക്കണത് കൊണ്ട് തന്നെ ഒരു തലയിറക്കമൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടാവും. അത് സ്വാഭാവികമാണെങ്കിൽ ഒരു കാരണവശാലും സ്ട്രെയിൻ എടുക്കരുത്. നിങ്ങൾക്ക് മോഷൻ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം. അതിനുള്ള മരുന്നുണ്ട്, വെള്ളത്തിൽ കലക്കി കുടിക്കേണ്ട പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഡോക്ടർ തരും. അതിനനുസരിച്ച് ഫുഡ്, നമ്മൾ നാരുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ അത് ഡോക്ടറിനെ അറിയിക്കണം. അതിനുവേണ്ടി മരുന്ന് കഴിക്കണം. ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. ഇതാണ് എനിക്ക് ഡോക്ടർ തന്ന ഇൻറ്റിമേറ്റ് വാഷ് എന്ന് പറയുന്നത്, ക്ലിൻജൻ വാഷ് എന്ന് പറയുന്നത്.
ഇതാണ് വജൈനൽ കെയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ഡോക്ടർ തന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങുക. നിങ്ങൾക്ക് അറിയായിരിക്കും, വജൈനയിൽ ഇൻസേർട്ട് ചെയ്യണ ഒരു മെഡിസിനാണ് ഇത്. വന്നിട്ട് ഡോക്ടർ പറയുന്ന പോലെ പറഞ്ഞ സമയത്ത്, ഇപ്പം മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ പറയുള്ളൂ, അതനുസരിച്ച് വയ്ക്കുക. എനിക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 ഉണ്ട്. അപ്പം ഇത് വയ്ക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് വയ്ക്കണം. അപ്പം നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. ലാസ്റ്റ് ഇതൊരു രോഗമല്ല, നമ്മൾ പ്രഗ്നൻസിയിൽ എല്ലാവരെയും പോലെ അല്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ കെയർ വേണം, അത്രയേ ഉള്ളൂ. എന്നും പറഞ്ഞിട്ട് ആഹാരം ഇത് കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണോ കഴിക്കാം. പിന്നെ ഷുഗർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതനുസരിച്ച് ഫുഡ് എടുക്കാം. അല്ലാതെ ഇതൊരു രോഗമായിട്ടൊന്നും എടുക്കണ്ട. നമ്മുടെ സാഹചര്യം, നമ്മുടെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഡോക്ടർ പറയുന്നതനുസരിച്ച് പോകുന്നതേ ഉള്ളൂ. പിന്നെ അയ്യോ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ? സ്റ്റിച്ചും കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് കുഞ്ഞിന് ഒരു പ്രശ്നവും വരണമല്ല, അറിയാലോ, അബോർഷൻ സംഭവിക്കാതിരിക്കാനാണ് സ്റ്റിച്ച് ഇടുന്നത് തന്നെ. അപ്പം ഒരു പ്രശ്നവുമില്ല. ഏറ്റവും കൂടുതൽ സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കണം. എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരെയും പോലെ തന്നെയാണ് നമ്മളും, നമുക്ക് കുമ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കുഴപ്പമുണ്ടാക്കി വെക്കണ്ട, നോർമലായിട്ട് തന്നെ അങ്ങനെ അങ്ങ് പോവാം. ഏറ്റവും കൂടുതൽ സമാധാനത്തോട് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും എടുത്ത് കളഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുക.